മനസ്സിലായോന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കല്യാണം കഴിക്കണം. കുറച്ച് പേർക്ക് സഹായമാവണം. കല്യാണം കഴിക്കുന്നില്ലേ? ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എന്നെ ഒരു ലോങ് വീഡിയോയിൽ കാണുന്നത്. ബാക്കിയെല്ലാം ചെറിയ ഷോർട്ട് വീഡിയോസാണ്. അതിലും 1-2 സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് മാത്രം. കൂടുതലും കുക്കിങ്ങിൻ്റെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഓരോ കമൻറ്റ്സ് വരുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ പറ്റി കുറച്ചുകൂടെ അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനൊരു Q&A ഇട്ടത്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോയുടെ ജേണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ സോറി ഇത്ര ലേറ്റ് ആയതിന് ഈ വീഡിയോ ഇടാൻ. പിന്നെ പറയാനുള്ളത് ഒരുപാട് നന്ദി. എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ പുതിയ നല്ല റെസിപ്പീസൊക്കെ ഞാൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ദേവൂട്ടിയാണ്. ഹായ് ചേട്ടാ, ചേട്ടൻ്റെ സോങ്സൊക്കെ സൂപ്പറാണ് കേട്ടോ. ചേട്ടൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? അപ്പോൾ ആദ്യം തന്നെ ദേവൂട്ടി, താങ്ക് യു സോ മച്ച് നമ്മുടെ പാട്ടൊക്കെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ കാരണം കുറച്ച് പേർക്ക് സഹായമാവണം. ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് കുട്ടികളെ ഒന്ന് സ്പോൺസർ ചെയ്യണമെന്നുണ്ട്. ഞാൻ കാരണം ആർക്കെങ്കിലും ഒരു ഒരു സഹായമാവണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കണം. പിന്നെ അടുത്തത് മിനി സന്തോഷാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പേര് വിളിക്കുന്നത് കൊണ്ട് ആരും വേറെ ഒന്നും വിചാരിക്കരുത്. ഇതിപ്പോൾ എന്നെക്കാട്ടിലും എൽഡറാണോ എന്നെക്കാട്ടിലും ചെറിയതാണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പേര് വിളിക്കണേ. അപ്പോൾ മിനി സന്തോഷ് 9093 ആൾ ചോദിച്ചിട്ടുള്ളത് തൃശ്ശൂരിൽ എവിടെയാണ് വീട്? ഞാൻ ഗുജറാത്തിലാണ്. നമ്മുടെ സ്വന്തം തൃശ്ശൂരിൻ്റെ കറികൾ ഉണ്ടാക്കാറുണ്ട്. ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി. വീഡിയോ കാണുന്നതിലും ഇങ്ങനെ ഞാൻ കാരണം നിങ്ങൾക്ക് ചെറിയ ഓർമ്മകളൊക്കെ വരുന്നുണ്ടെന്ന്, നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. തൃശ്ശൂരിൽ എൻ്റെ വീട് കോട്ടപ്പുറം എന്ന് പറയും. കോട്ടപ്പുറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കോട്ടപ്പുറമുണ്ട് തൃശ്ശൂർ. കൊടുങ്ങല്ലൂർ ഒരു കോട്ടപ്പുറമുണ്ട്, പിന്നെ തൃശ്ശൂർ ടൗണിൽ തന്നെ ഒരു കോട്ടപ്പുറമുണ്ട്. ആ 2 കോട്ടപ്പുറം അല്ല, ആറ്റത്ര കോട്ടപ്പുറം പുതുരുത്തി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റത്ര കോട്ടപ്പുറം. ഇത് വരുന്നത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഇങ്ങോട്ട് സൈഡാണ്. പുതുരുത്തി, നെല്ലുവായി ഇതൊക്കെ ഇതിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അനുശ്രീ പറഞ്ഞിട്ടുള്ളത് Q&A ആയിക്കോട്ടെ, വെയിറ്റ് ചെയ്യാം. വെയിറ്റ് വളരെയധികം നീണ്ടുപോയി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിനീത TM. വീഡിയോസ് എല്ലാം സൂപ്പറാണ് കേട്ടോ. താങ്ക് യു വിനീത, ഒരുപാട് സന്തോഷം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മീനാക്ഷി അനിലാണ്. ചേട്ടൻ കമ്മിറ്റഡ് ആണോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പോൾ പ്രസൻറ്റിൽ കമ്മിറ്റഡ് ഒന്നും അല്ല. വീട്ടിൽ അച്ഛൻ, ഞാൻ, അനിയത്തി, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയ ഫാമിലിയാണ് നമ്മുടെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സുനിത 9703. വീഡിയോസ് സൂപ്പറാണ്, ന്യൂ സബ്സ്ക്രൈബറാണ് ഞാൻ. ഫാമിലിയെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ ഓൾറെഡി പറഞ്ഞു. വീട്ടിൽ ഞാൻ, അച്ഛൻ, അനിയത്തി, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു ഫാമിലി. പിന്നെ വൃന്ദ ചോദിച്ചിട്ടുള്ളത് ജോബ്, ഫാമിലി ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ക്വസ്റ്റ്യന്. ജോബ് ചെയ്യുന്നത് ഒരു കമ്പനിയിലെ ടെക്നിക്കൽ സപ്പോർട്ടർ ആൻഡ് സോഷ്യൽ മീഡിയ പ്രൊമോട്ടറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ട്വിൻ ഫ്ലവറാണ്. ഈ ട്വിൻ ഫ്ലവറിനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ തന്നെ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ട്വിൻ ഫ്ലവർ. അപ്പോൾ ആളുടെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് നന്ദി അന്ന് മുതൽ ഇന്ന് വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. ആൾ ചോദിച്ചിട്ടുള്ളത് വീട്ടിൽ ആരൊക്കെയുണ്ട്, ചേട്ടൻ്റെ വയസ്സ്, കല്യാണം കഴിക്കുന്നില്ലേ, ഫ്യൂച്ചർ പ്ലാൻസ്, ജോലി എന്താണ്, യൂട്യൂബിൽ തന്നെയാണോ ഫോക്കസ്, യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം, ഹോം ടൂർ ചെയ്യാമോ, ലോങ് വീഡിയോസ് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറയാം. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. അച്ഛൻ, അനിയത്തി, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. എൻ്റെ വയസ്സ് ഇപ്പോൾ 32 വയസ്സായിട്ടുണ്ട്. കല്യാണം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കല്യാണം കഴിക്കണം. സമയം ഒക്കെ കഴിഞ്ഞു എന്നറിയാം, എന്നാലും കഴിക്കണം. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. കുറച്ച് പേരെ ഞാൻ കാരണം കുറച്ച് പേർക്ക് ഒരു സഹായം ആവണമെന്നുണ്ട്. ജോലി, ഞാനിപ്പോൾ ടെക്നിക്കൽ സപ്പോർട്ടർ ആൻഡ്
സോഷ്യൽ മീഡിയ പ്രൊമോട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. യൂട്യൂബിൽ ഫോക്കസ് ചെയ്യാൻ യൂട്യൂബ് എനിക്കിഷ്ടമാണ്. അപ്പോൾ യൂട്യൂബിലും ഒരുപോലെ രണ്ടും ഒരുപോലെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എനിക്കിങ്ങനെ വീഡിയോസും ഒക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊക്കെയാണ് ഒരു കാരണം. ഹോം ടൂർ ചെയ്യാം. അത് പതിയെ പതിയെ ഓരോന്ന് നമുക്ക് ചെയ്തു തരാം. ലോങ് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്, പാട്ട് പഠിച്ചിട്ടുണ്ടോയെന്ന്. പാട്ട് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്കൂൾ കോളേജ് ആ സമയത്തൊക്കെ കുറച്ചൊക്കെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ മീ ദേവു ചോദിച്ചിട്ടുണ്ട് ഒരു ഹായ് എന്ന് പറഞ്ഞിട്ട് 2 ലവ് ഇട്ടിട്ടുണ്ട്. ഹായ് ദേവു. പിന്നെ അടുത്തത് ചോദിച്ചിട്ടുള്ളത് സൗമ്യയാണ്. അടുത്തത് തൃശ്ശൂരുകാരുടെ ഏത് കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പോസ്റ്റ് ഞാൻ ഇട്ടിട്ട് കുറേ നാളായി. അപ്പോൾ അതിന് ശേഷം തൃശ്ശൂരുകാരുടെയും അല്ലാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് തൃശ്ശൂരുകാരുടെ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യണം. പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള റെസിപ്പീസാണ് ഞാൻ കൂടുതലും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവരുടെ വീട്ടിലും എല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സാധാരണ ഒരു ഫാമിലിയിൽ അത്യാവശ്യം ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള റെസിപ്പീസാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യണത്. മുസൈന അൻഷാദ്. അടുത്തത് മുസൈന അൻഷാദാണ് ചോദിച്ചിട്ടുള്ളത്. ഈ റെസിപ്പീസ് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നു? ഈ റെസിപ്പീസ് കിട്ടുന്നത് നമ്മൾ കുറേ റിസർച്ച് ചെയ്യും. ഗൂഗിൾ അതുപോലെ തന്നെ ഓരോ നമ്മുടെ യൂട്യൂബിലും അങ്ങനെയൊക്കെ നോക്കും. പിന്നെ കുറച്ചൊക്കെ ചില അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കും. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള റെസിപ്പീസ് അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ റെസിപ്പീസ് കണ്ടുപിടിക്കുന്നത്. കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. പിന്നെ ഷിഫ സീഡി ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്താണ് ചേട്ടൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. വീഡിയോസ് എല്ലാം സൂപ്പറാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നു, നമ്മളുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, നമ്മളതിനൊരു വളരെ അടുത്തുള്ള ഒരാളായിട്ട് കാണുന്നു എന്നൊക്കെ ഉള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അടുത്തത് വ്ളോഗ്സ് ഓഫ് സീത. എല്ലാം പറയാമെന്ന് മാത്രം പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം പറയാം എന്നായിരിക്കും. അപ്പോൾ എല്ലാം പറയാമെന്ന് പറയണത് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ അതിന് കമൻ്റ് ഇടും. ഞാൻ ഓക്കെ ശരി പറയാമെന്നുള്ളത്. കാരണം നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനപ്പം തന്നെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണ്ടേ. ആ ഇനീഷ്യൽ റെസ്പോൺസാണ് ഞാൻ ഈ പറയുന്നത്. അതായത് എല്ലാം പറയാമെന്ന് പറയണതേ. ഈ ഫുൾ വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാം നിങ്ങൾക്കറിയാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഏതോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നു, ഒറ്റയ്ക്ക് കഴിക്കുന്നു എന്ന്. ശരിക്കും അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ, അച്ഛൻ, അനിയത്തി ഞങ്ങൾ 3 പേരാണുള്ളത്. പിന്നെ കുറച്ച് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വല്യച്ഛൻ്റെ വീട് അവിടെ ഉണ്ട്. വല്യച്ഛൻ്റെ വീട്ടിൽ ചേട്ടനും വൈഫും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ മാത്രമല്ല കഴിക്കുന്നത്, ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നു എന്ന് തോന്നരുത്, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ ഉണ്ടാക്കിയത് അടുത്ത് നമ്മുടെ കസിൻസൊക്കെ കുറച്ച് ദൂരെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ അന്ന് അത് ഞാൻ കൈ പിടിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും കൈ പിടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാറുണ്ട്, അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇടാം. ലോങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഞാൻ മിക്കതും അതൊക്കെ ആഡ് ചെയ്യാൻ നോക്കാം. ലോങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ ഞാനതും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. സമയത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വ്ളോഗ്സ് വേണോ, എന്ത് ടൈപ്പിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാനിഷ്ടം, കുക്കിംഗ് മാത്രം മതിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അതനുസരിച്ചുള്ള വീഡിയോസ് നമുക്ക് നമ്മുടെ യൂട്യൂബിലിടാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.